വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം. 2024 ഡിസംബർ 16 തിങ്കളാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനപ്രമാണികൾ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, എന്തധികാരത്തിലാണ് നീ ഇതെല്ലാം പഠിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നു, സ്നാപയോഹന്നാൻ നൽകിയ സ്നാനം അത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ? നമുക്കറിയാം, ഈ സുവിശേഷ ഭാഗം വളരെയധികം തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. അവർ ഈശോയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തധികാരമാണുള്ളത് എന്ന്. ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടയോന്ന് സ്വീകരിക്കുവാൻ വിമുഖത കാണിക്കുന്ന ചില ആളുകളാണ് ഫരിസേയരും നിയമജ്ഞരും. എത്രയോ തവണയാണ് അവർ ഈശോ ചെയ്യുന്ന നന്മയെ പ്രതി പോലും ചോദ്യം ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ഞാൻ ധ്യാനിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത്, ദൈവത്തോട് എന്തധികാരമാണ് ഞങ്ങളുടെ ഇടയിൽ ഇടപെടുന്നതിന് നിനക്കുള്ളത് എന്ന് ചോദിക്കുന്ന ആളാണോ നീ? ഒരു പക്ഷേ ജീവിതത്തിൽ തിന്മയ്ക്കെതിരായിട്ട് ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുമ്പോൾ, തിന്മയാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വലിയ വലിയ തിന്മകളിലേക്ക് പോകുമ്പോൾ, അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ എന്താണ് അധികാരമെന്ന്. ഫരിസേയരും നിയമജ്ഞരും ഈശോയുടെ വാക്കുകൾ, ഈശോ ദേവാലയത്തിൽ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, എന്തധികാരമുണ്ട് ഇതെല്ലാം നിനക്ക് ചെയ്യുവാനെന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ചില വചനങ്ങൾ നമ്മളെ മാനസാന്തരത്തിന് ക്ഷണിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഫരിസേയരും നിയമജ്ഞരും ചോദിച്ച ചോദ്യം, നിനക്ക് എന്തധികാരമുണ്ട് ഇതെല്ലാം ചെയ്യുവാനെന്ന്. ഇന്നത്തെ ഈ സുവിശേഷം ഈ ആഗമനകാലത്ത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിചിന്തനം ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഫരിസേയർ ചോദിച്ചതുപോലെ നമ്മളും അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ നിനക്കെന്താണ് എൻ്റെ മേൽ അധികാരമെന്ന്. സ്വർഗസ്നായ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മുടെ പിതാവായി അംഗീകരിക്കുന്നതിന് വിമുഖത കാണിക്കാറുണ്ട്. പലപ്പോഴും ദൈവത്തോട് കയർക്കുകയും അവിടുത്തെ പ്രമാണങ്ങളെ നിരസിക്കുകയും ദൈവമില്ല എന്ന് വാദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ തിരിച്ചറിയുക, ഇന്ന് ദൈവം പറഞ്ഞില്ലേ, നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ അധികാരത്തെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അവൻ ദൈവമില്ല എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തധികാരമുണ്ട് എന്ന് ചോദ്യം ചെയ്യുന്നതാണ്. ഈ ആഗമനകാലം മനസ്തപിച്ച് കുമ്പസാരത്തിലൂടെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാം, അങ്ങാണ് എൻ്റെ ജീവന്റെ ഉടയോനെന്ന്, അങ്ങേക്കാണ് എൻ്റെ മേൽ പൂർണ്ണ അധികാരമെന്ന്. ഒരുപാട് ക്രിസ്മസും ഒരുപാട് ഈസ്റ്ററുകളും കടന്നു പോയിട്ടും കുമ്പസാരിക്കാത്ത ഒരാളാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഈ ഫരിസേയരെ പോലെ നമ്മളും ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തധികാരമാണ് ഉള്ളതെന്ന്. കുമ്പസാരിച്ച നല്ലൊരുക്കത്തിലൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് ഇന്നത്തെ ഈ സുവിശേഷം പ്രചോദനമാകട്ടെ. ആമേൻ. വചനസാരം വചനസാരം.